എന്റെ കണ്ണിൽ ദൈവം സഹായിച്ച് വേറെ കുരുവൊന്നുമില്ല, മുഖത്തല്ലാതെ. എൻ്റെ ഈ റൂമിൽ ഒരു 2 മിറർ ഉണ്ട്. ഈ ഡെയിലി മിററിൽ നോക്കി പുറത്തിറങ്ങുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് മുഖത്ത് കുരു ഉണ്ടല്ലോ, കറുത്തു പോയല്ലോ, തടിച്ചല്ലോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്നെ തന്നെ കണ്ടിട്ടാണ് ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങണേ. അപ്പൊ നിങ്ങളുടെ ആരുടെ അഭിപ്രായം ഇതിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പറയാൻ അങ്ങോട്ട് വിമ്പുണ്ടെങ്കിൽ ആ മൂലൊക്കെ മാറി എന്ന് പറഞ്ഞോണം. സ്നേഹം കൊണ്ട് പറയുന്നവരും കുത്തി പറയുന്നവരെയും നന്നായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടാ. ഇനി മേലെ വന്നിട്ട് ആര്യ കറുത്തു, ആര്യ വെളുത്തു, ആര്യയുടെ മുഖത്ത് കുരു ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കണ്ണിൽ ഒരു കുരുവില്ല. എടാ, കുരു തന്നെ 2 റീസൺ ഉണ്ട്. ഒന്ന്, PCOD പ്രശ്നം. 2, എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാ. ഒരു സാധനം അടുത്തേക്ക് കൂടെ പോലും കൊണ്ടാൻ പറ്റില്ല. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത പിമ്പിൾ വരും, ഭയങ്കര സീനാണ്. പിന്നെ കറുക്കാൻ ഒരു 50 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ശരാശരി പ്രവാസി വെളുത്ത് തൊടുത്ത് സുന്ദരിയായിട്ടൊന്നും വരത്തില്ല. ഇവൻ സുന്ദരൻ. ഓക്കെ, എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ 50 ദിവസത്തിൽ ഒരു 5 ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരുന്നുണ്ടാവും. ബാക്കി എല്ലാ ദിവസവും ഞാൻ തെണ്ടി തിരിഞ്ഞ് നടക്കാം. അത് നമ്മുടെ നാട്ടിലെ ചൂടും വെയിലും പറയണോ? എല്ലാവരും വന്ന് ചോദിക്കും, ഓ കേരളയിലെ സൺ അത്രയാണോ? പോയി നിന്നോക്ക് കേരളയിലെ സണ്ണിൻ്റെ വിഷമം അറിയണമെങ്കിൽ. അവിടെ ഉള്ളവർ കിടന്ന് അനുഭവിക്കുകയാണ്. ഇവിടെ ചുമ്മാ അങ്ങോട്ട് വന്ന് പറഞ്ഞാൽ മതി കേരളയിലെ സൺ അങ്ങനെയാണോ, കേരളയിൽ ഇത്ര സണ്ണാണോ എന്ന്. ചെന്ന് പോയി കഴിഞ്ഞാൽ കരിഞ്ഞ് ഉണങ്ങി ഇങ്ങോട്ട് തിരിച്ചു വരാം. പിന്നെ വണ്ണം വെക്കുക, അതാണ് അടുത്ത പ്രശ്നം. അമ്മ ഉണ്ടാക്കി തന്നെ ഭക്ഷണം 3-4 നേരം വെട്ടി വിഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ണം വെക്കും. നിങ്ങൾക്കൊക്കെ അതിനെന്താ പ്രശ്നം? എൻ്റെ ബോഡി, ഞാൻ വണ്ണം വെക്കും, ഞാൻ മെലിയും, ഞാൻ കറക്കും. എനിക്കില്ലാത്ത വിഷമം കാണുന്ന നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇത് കേട്ട് 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 മടുത്ത മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. എവിടെ നോക്കിയാലും വന്നിട്ട് എന്താ ഇങ്ങനെ, എന്താ അങ്ങനെ, ഇതൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്യണോ? അല്ലല്ലോ, തനിയെ വരുന്നതല്ലേ. പിന്നെന്താണ്, എന്താ മനുഷ്യന്മാരാ നിങ്ങൾ? അപ്പോൾ കൂടുതൽ സംശയമൊന്നും ആർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. നന്ദി.